വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും മത്തനും പയറും എല്ലാം കറി വെക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊരു വ്യത്യസ്തമായതാണ്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ മത്തനും അതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പയറുമാണ്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാ മത്തനും പയറും കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പയർ ഞാനൊരു 5-6 മണിക്കൂർ സോക്ക് ചെയ്താണേ. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്ക് ഇതാ മത്തൻ മുറിച്ചെടുത്തിൻ്റെ ഒരു കഷ്ണം മതി കേട്ടോ, മുഴുവനൊന്നും എടുക്കുന്നില്ല, പകുതി മതി നമുക്ക്. പിന്നെ ഇതിൻ്റെ കുരു എന്ന് പറഞ്ഞാൽ വളരെ ഗുണമുള്ള സാധനമാണ്. സിങ്ക്, മഗ്നീഷ്യം, അതുപോലെ ഹെൽത്തി ഫാറ്റ്സ്, ഒരുപാട് ഗുണങ്ങളുള്ള മത്തൻ്റെ കാര്യം പയറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വളരെ നല്ല സാധനം കേട്ടോ, ഹെയർ ലോസിനും എല്ലാത്തിനും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമുക്ക് വേറെ പറയാം. അപ്പോൾ ഇതാ 2 വിസിൽ വന്നു. കുക്കറിൽ പയർ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട്, ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ ഓരോരുത്തരുടെ പാകത്തിന് ഇടുക. പിന്നെ അതാ മുറിച്ച് വെച്ച കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ ഞാൻ അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതൊക്കെ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒറ്റ വിസിൽ വരുത്തിയാൽ മതി. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒന്നിച്ച് വെച്ചൂടേന്ന്, പക്ഷെ മത്തൻ വെന്തടിഞ്ഞു. അതിലേക്ക് ഇതാ കുറച്ച് നാളികേരം, 3-4 ചുവന്നുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി നമുക്ക് അരച്ചെടുക്കാനാണ്. കുറച്ച് നാളികേരം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വിസിൽ വന്നു, ഇനി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത്. അപ്പം മത്തൻ അത്ര വെന്താൽ മതി. ഇതാ ആ നാളികേരവും ഉള്ളിയും ജീരകത്തിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിച്ച് വെള്ളമാക്കണ്ട. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക, ഫൈൻ പേസ്റ്റ് ഒന്നും ആകണ്ട കേട്ടോ. അപ്പോൾ ഇതാ മത്തനും വന്നു, നമ്മുടെ പയറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച നാളികേരത്തിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒരു തള വന്നോട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഒരു വറവ് ഉണ്ടാക്കണം. അപ്പോൾ ആ വറവിനാണ് കുറച്ച് തേങ്ങ മാറ്റി വെച്ചത്. ഇതാ വെളിച്ചെണ്ണ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ തേങ്ങ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുക പറഞ്ഞാൽ നമ്മൾ ഗോൾഡൻ കളർ ബ്രൗൺ തന്നെ, അതായത് ഒരു സ്വർണ്ണ കളറാകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കറിയിലേക്ക് കുറച്ചൊരു കറിവേപ്പില ഇടണം. അതും ഇവിടെ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നു. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതുണ്ടല്ലോ തേങ്ങ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക, ഫ്രൈ ചെയ്ത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എൻ്റെ മക്കളെ, എന്താ ഈ കറി! ഇതൊരിക്കലും ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക കേട്ടോ. ഇത് കുട്ടികൾക്കും ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതാ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല മണമുണ്ട്. അപ്പോൾ പകുതി മത്തൻ നമുക്ക് വീണ്ടും കറി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പകുതിയോടെ തന്നെ വെച്ചതാണ്. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.